എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹെയർ കെയർ ടിപ്പാണ്. നമുക്ക് താലി എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ താളിപ്പൊടിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് വരുന്നത്. പിന്നെ എന്താണ്, നമ്മൾ കെമിക്കൽ ഷാംപൂസൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് അത് നല്ലതാണ്. അപ്പോൾ മുടി വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യാട്ടോ. നമുക്കിവിടെ മെയിനായിട്ടും വേണ്ടത് 3 ഇലകളാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെമ്പരത്തിയുടെ ഇല, നമുക്ക് എല്ലാവർക്കും അറിയാം മുടിക്ക് ചെമ്പരത്തിയുടെ ഇലയും പൂവും കേട്ടോ, രണ്ടും ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ടാണ് എല്ലാവരും താളി ഉണ്ടാക്കുക. പിന്നെ അതുകൂടാതെ ഞാൻ എടുത്തിട്ടുള്ളത് നീരോലി എന്നാണ് പറയാം കേട്ടോ. ഇത് ഇഷ്ടം പോലെ നമ്മുടെ വേലിക്കലൊക്കെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു ഉപയോഗം കൂടിയുണ്ട്. നമ്മൾ താലിയായിട്ട് നമുക്ക് ഈ ഇല ഉപയോഗിക്കാം. അത് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക്. ഇത് ഇങ്ങനെ നീണ്ടിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇല എന്താ പറയുക, നമ്മുടെ മുരിങ്ങയുടെ ഇല പോലെയാണ്. പക്ഷെ അതുപോലെ എല്ലാ സംഭവം മുരിങ്ങയുടെ ഇലയെ പോലെ തോന്നുമെങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. മുടി നീണ്ട് വളരാനായിട്ട് സഹായിക്കും എന്നാണ് പറയാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഇലയാണ്. ഈ ഇല എന്ന് വെച്ചാൽ അധികം പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. വെള്ളില എന്നാണ് പറയാം കേട്ടോ. വെള്ളില താളി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന താളിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറേ പേർക്കൊന്നും അറിവുണ്ടാവില്ല. പക്ഷേ ഇത് നമ്മുടെ വേലിക്കലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. തൊടിയിലും കുളത്തിൻ്റെ അവിടെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മഞ്ഞ പൂവാണ്. പിന്നെ ഇതിൻ്റെ ഇല കണ്ടോ, വെള്ള കളറിലും ഉണ്ട്, പിന്നെ നമുക്ക് ഇങ്ങനെ പച്ച കളറിലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ 2 കളറിലും ഇതിൻ്റെ ഇല ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പൂവെന്ന് പറയുന്നത് മഞ്ഞ കളറിലാണ്. അപ്പോൾ ഇതാണ് വെള്ളില താലി. അത് നമുക്ക് മുടി വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത് 3ഉമാണ് നമ്മൾ താലിയായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ ഇല മാത്രമായിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണ്. അതിൻ്റെ തണ്ടൊക്കെ മാറ്റി അതിൽ നിന്ന് നമ്മൾ ഇല മാത്രമായിട്ട് ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു മുറത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ലോണം നമുക്ക് വാഷ് ചെയ്തെടുക്കണം. പച്ചവെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ലോണം വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കത് ഉണക്കിയെടുക്കണം. കണ്ടോ, നമ്മൾ വെയിലത്ത് വയ്ക്കുക. നമ്മളിത് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം, നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ 1 ദിവസമൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടി ആവുന്ന പോലെ, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമ്മൾ 2 ദിവസം പറ്റുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ നമ്മൾ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. ഇനി നമ്മളത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ്. നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ താളി ഉപയോഗിക്കുക. മറ്റ് കെമിക്കലായിട്ടുള്ള ഷാംപൂസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ദോഷം വരും നമ്മുടെ മുടിക്ക്. അത് നന്നാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ മുടിയെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.